ഇപ്പോൾ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ, ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കില്ലേ എന്ന് പറയുന്നെങ്കിൽ ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. കാരണം എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 58 വയസ്സും അവർക്ക് 30 വയസ്സും ആണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയനെ. വയ്യെന്നൊക്കെ പറയും. അത് അമ്മയെ കൊണ്ട് ഇരുത്താൻ വേണ്ടിയിട്ടല്ലായിരുന്നു, എനിക്ക് അമ്മയൊന്ന് എടുക്കാനും അമ്മയെ തൊടാനും വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് എനിക്ക് അമ്മയില്ല. ഇതുപോലെ എത്രയോ പേര് കാണും, നമ്മൾ ആഗ്രഹിക്കും അമ്മയൊന്ന് തൊടണമായിരുന്നല്ലോ, കെട്ടിപ്പിടിക്കണമായിരുന്നു. അതുകൊണ്ട് ഈ പ്രോഗ്രാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെ നിങ്ങളുടെ അച്ഛൻ ആരെങ്കിലും പ്രായമായിട്ടൊക്കെ ഇരിക്കുന്നു, അല്ലെ പ്രായമൊന്നും നോക്കണ്ട, അവരെ എല്ലാവരും തൊടണം, കെട്ടിപ്പിടിക്കണം, പറ്റിയാൽ ഉമ്മ കൊടുക്കണം, അവരുടെ അടുത്ത് സ്നേഹത്തിൽ പെരുമാറണം. ഒരു ദിവസം ഉണ്ടാവും ഇവരില്ലാതെ വരുന്നൊരവസ്ഥ. അന്നേരം അതിന്റെ പെയിൻ അറിയാം. എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയനെ. അല്ല, എന്താ സിന്ധു ചേച്ചി നിങ്ങളുടെ റിയാക്ഷൻ? അല്ല, നിങ്ങൾ ഏറിൽ തുടരുക. നിങ്ങൾ ഫാമിലിയായി ഏറിൽ നിൽക്കുകയാണ്. KKG ഒഴികെയുള്ള ആളുകൾ ഇപ്പോഴും ഏറിലാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഏറി തുടരുക. നിങ്ങളുടെ റിയാക്ഷൻ വരുമ്പം നിങ്ങൾ വന്നാൽ അത് എപ്പോഴും ഇങ്ങനെ കയറി വന്ന് ഇറിറ്റേറ്റ് ചെയ്യുക. ദൈവത്തെ ഓർത്ത് ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയനെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ ഒരു ഫാമിലി, KKG ഫാമിലി, അത് തന്നെയാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഏറെ ഞെട്ടുളവാക്കുന്ന ചില ക്ലിപ്പിങ്ങുകൾ. ഓരോ ക്ലിപ്പിങ്ങുകളും സസൂക്ഷ്മം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുക, എന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണ വിവരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഏറെ ഞെട്ടുളവാക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഈ ഒരു അവസരത്തിൽ നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, KKG ആണ്. അതേ, കൃഷ്ണകുമാർജി നടത്തിയിരിക്കുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. അതേ, നമ്മൾ എന്താണ് ധരിച്ചത്? ഈ ഒരു കുടുംബം പ്രധാനമായി ഏറിപ്പോകാനുണ്ടായിരുന്ന പ്രധാന കാരണം സ്വന്തം അമ്മുമ്മയെ, വസന്തമ്മയെ അറഞ്ചം പുറഞ്ചം തെറി വിളിച്ചും വീട്ടിൽ കയറി ശകാരിച്ചും വലിയ രീതിയിലുള്ള ദ്രോഹങ്ങൾ ചെയ്തും അമ്മുമ്മയ്ക്ക് നമുക്കറിയാം, അമ്മുമ്മ ചില നിലപാടുകൾ, അമ്മുമ്മയുടെ നിലപാടുകൾ, അമ്മുമ്മയും മോശമല്ല, കേട്ടാൽ അറക്കുന്ന തെറികളാണ് അമ്മുമ്മയും വിളിച്ചത്. അത്തരത്തിൽ അതേ നാണയത്തിൽ തിരിച്ച് അമ്മുമ്മയോട് പ്രതികരിച്ച് ഏറിൽ പോയ ഒരു വ്യക്തിയാണ് അഹാന കൃഷ്ണ. അത്തരത്തിൽ അഹാന കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു യുവനടി ഏറിൽ പോയപ്പോൾ ഓളോടൊപ്പം സിന്ധു ചേച്ചി അടക്കമുള്ള ആളുകൾ, കുടുംബം ഒന്നടങ്കം ഉൺപയൊണ്ണായി ഏറിൽ പോകുന്ന അശ്വിൻ എന്ന് പറയുന്ന ആ പകയൻ ഒഴികെയുള്ള ആളുകൾ ഏറിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോഴാണ് KKGക്ക് ആ ഒരു പൂതി ഉണ്ടാവുന്നത്. അതായത് തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ഒഴിവാക്കി ഒരു യാത്ര പോയിരിക്കുന്നു, ഏറിൽ പോയി സസുഖം വാഴുന്നു. അത്തരത്തിൽ ഏറിൽ നിൽക്കുമ്പോൾ തനിക്കും ഏറിൽ പോകണമെന്നൊരു പൂതി ഉണ്ടാകുകയാണ്. പിന്നീട് എന്താണ് ഉണ്ടായത്? ഇപ്പോൾ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ, ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കില്ലേ എന്ന് പറയുന്നെങ്കിൽ ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. കാരണം എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 58 വയസ്സും അവർക്ക് 30 വയസ്സുമാണ്. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയനെ. എൻ്റെ മോൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്ക് സമാനമായിട്ട് നിങ്ങളുടെ മോള് തന്നെ എന്ന് പറയാമല്ലോ. കാരണം ഞാൻ ഭയങ്കര പ്രതികരണത്തിൻ്റെ ആളായിരുന്നു. ഒന്നാലോചിച്ച് നോക്കുക, രാജ്യം നടുങ്ങുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ്. ഫിലിം ചേംബറിന്റെ എങ്ങാണ്ട് തലപ്പത്തിരിക്കുന്ന ഒരു പഹയനാണ് കൃഷ്ണകുമാർജി നടത്തിയിരിക്കുന്നത്. അതായത് സ്വന്തം അമ്മൂമ്മയല്ല, അമ്മായിയമ്മ, സിന്ധുവേച്ചിയുടെ അമ്മയായ വസന്തമ്മയെ, പെരുമക്കളും സിന്ധുവേച്ചി അടക്കം ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുകയും അതിലൂടെ അവർ ഏറിൽ പോവുകയും ചെയ്തപ്പോൾ നമ്മളൊക്കെ കരുതിയത് ഈ ഒരു വിഷയത്തിൽ കടുത്ത രീതിയിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് തന്റെ കുടുംബാംഗങ്ങൾ കയറിയ മക്കളാണെങ്കിൽ കൂടി പൊട്ടിത്തെറിച്ചുകൊണ്ട് KKG എത്തുമെന്ന് കരുതിയ നമുക്ക് തെറ്റി. KKGയുടെ ഭാഗത്ത് നിന്ന് കടുത്ത പ്രോത്സാഹനം ഉണ്ടാവുന്നത് മാത്രമല്ല, താനായിരുന്നെങ്കിൽ ആ അമ്മുമ്മയെ ചവിട്ടിക്കൂട്ടി നിരംബരിശാക്കിയനെ എന്നാണ് ഓം പറഞ്ഞിരിക്കുന്നത്. ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. ഇതുപോലൊരവസ്ഥ ഒരു അമ്മുമ്മയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. അതായത് അമ്മു ചെയ്തത് കുറഞ്ഞുപോയി. നിരവധി ആളുകൾ തന്നോട് പറഞ്ഞ അമ്മു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിവരമുള്ള ചില ആളുകൾ പറഞ്ഞപ്പോൾ അത് തെറ്റാണ്, അമ്മു ചെയ്തത് കുറഞ്ഞുപോയി, താനായിരുന്നെങ്കിൽ ചവിട്ടിക്കൂട്ടി അമ്മുമ്മയെ പരുവപ്പെടുത്തി രസായനം വെച്ച രീതിയിലാക്കി എടുക്കുമായിരുന്നു എന്നാണ് ഓം പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു അമ്മൂമ്മയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ഹതഭാഗ്യായ അമ്മൂമ്മയ്ക്ക് കൊടുക്കാം വലിയൊരു കൈയടി. വരട്ടെ. എന്നാൽ ഇതേ KKG മറ്റൊരവസരത്തിൽ പറഞ്ഞത് എന്താണ്? മകൻ അമ്മയെ കെട്ടിപ്പിടിച്ചൂടെ? നീ എത്ര വലുത്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മ, ഞാനും എൻ്റെ അമ്മയും വളരെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നവരാണ്. ഞങ്ങളങ്ങനെ വലിയ സ്നേഹപ്രകടനങ്ങളോ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു.
എന്നെ പേര് വിളിക്കത്തുള്ളൂ അമ്മ. എന്നെ കെട്ടിപ്പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മേ ബി എനിക്ക് ഓർമ്മ വരുന്നതിന് മുമ്പ് അമ്മ എടുത്തിരിക്കാം, അല്ലാതെ ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഒരു സ്റ്റേജ് വന്നു, അമ്മ കിടപ്പായി. അപ്പൊ ഞാൻ എൻ്റെ ഈ മക്കളെയൊക്കെ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഞാൻ എവിടെയോ ആലോചിച്ചു, എൻ്റെ അമ്മയും എന്നെ ഇതുപോലെ എടുത്തിരിക്കാമല്ലോ, പക്ഷെ ഞാൻ അമ്മയെ കെട്ടിപ്പിടിക്കുന്നല്ലോ. അങ്ങനെ അമ്മ കിടപ്പായിരുന്ന സമയത്ത് ഞാൻ ചെന്ന് അമ്മയെ മനഃപൂർവ്വം ബെഡിൽ നിന്ന് എടുത്ത് ഫ്രണ്ടിൽ കസേര കൊണ്ടൊക്കെ ഇരുത്തി നോക്കും. അപ്പോൾ അമ്മ പറയും എടുക്കണ്ട, എനിക്ക് വയ്യെന്നൊക്കെ പറയും. അത് അമ്മയെ കൊണ്ട് ഇരുത്താൻ വേണ്ടിയിട്ടല്ലായിരുന്നു, എനിക്ക് അമ്മയൊന്ന് എടുക്കാനും അമ്മയെ തൊടാനും വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് എനിക്ക് അമ്മയില്ല. ഇതുപോലെ എത്രയോ പേര് കാണും, നമ്മൾ ആഗ്രഹിക്കും അമ്മയൊന്ന് തൊടണമായിരുന്നല്ലോ, കെട്ടിപ്പിടിക്കണമായിരുന്നു. അതുകൊണ്ട് ഈ പ്രോഗ്രാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെ നിങ്ങളുടെ അച്ഛൻ ആരെങ്കിലും പ്രായമായിട്ടൊക്കെ ഇരിക്കുന്നു, അല്ലെ പ്രായമൊന്നും നോക്കണ്ട, അവരെ എല്ലാവരെയും തൊടണം, കെട്ടിപ്പിടിക്കണം, പറ്റിയാൽ ഉമ്മ കൊടുക്കണം, അവരുടെ അടുത്ത് സ്നേഹത്തിൽ പെരുമാറണം. ഒരു ദിവസം ഉണ്ടാവും ഇവരില്ലാതെ വരുന്നൊരവസ്ഥ, അന്നേരം അതിന്റെ പെയിൻ അറിയത്തുള്ളൂ. അല്ല KKG, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതിന് ശേഷമാണോ ഈ പറഞ്ഞ ചവിട്ടി മെതിക്കൽ, അതോ ആദ്യം ചവിട്ടി മെതിച്ചതിന് ശേഷം പിന്നീട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക? എങ്ങനെയാണ് ആ ഒരു കീഴ്വഴക്കം? ഏത് രീതിയിലാണ് താങ്കൾ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് കൂടി വ്യക്തമായി കഴിഞ്ഞാൽ നിരവധി ആളുകൾക്ക് അത് ഫോളോ ചെയ്യാനുള്ള, അതായത് അമ്മമാരെ ആദ്യം സ്നേഹിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അതിനുശേഷം അമ്മമാരെ ചവിട്ടി മെതിക്കുന്നു. ഏറെ ഞെട്ടുളവാക്കുന്ന ചില വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ കൃഷ്ണകുമാർ ജി ഈ ഒരു വെളിപ്പെടുത്തൽ നടത്താനുണ്ടായ സാഹചര്യം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഉദ്ദേശം? എനിക്ക് ഉയരണം, എനിക്ക് ഏറ്റവും ഉയരത്തിലെത്തണം എന്നുള്ള ആഗ്രഹം, എനിക്ക് ഉയരണം, എനിക്ക് ഏറ്റവും ഉയരത്തിലെത്തണം എന്നുള്ള ആഗ്രഹം. അതെ, അത് തന്നെയായിരുന്നു ഉദ്ദേശം. അതായത് സിന്ധുവേച്ചി അടക്കമുള്ള ആളുകൾ തന്നെ ഉപേക്ഷിച്ചിട്ട്, തന്നെ കൂട്ടാതെ വീട്ടിൽ കലഹമുണ്ടാക്കി, അമ്മുമ്മയുമായിട്ടും തൻവിയുമായിട്ടൊക്കെ കലഹമുണ്ടാക്കി ഒറ്റ കേറിൽ പോയി സൂഹിക്കുമ്പോൾ തനിക്കും ഒന്ന് പോകണം, തന്റെ മക്കൾ അല്ലെങ്കിൽ സിന്ധുവേച്ചി സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ അതുക്കും മേലെ അതിനും മുകളിൽ പോകണമെന്നുള്ള ആ ഒരു ആർജവം, ആ ഒരു നിശ്ചയദാർഢ്യം ആ ഒരു പാഹേന്റെ നോക്ക്. അതായത് തന്റെ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ചതിനേക്കാൾ ഒരു പടി മുകളിൽ തനിക്ക് നിൽക്കണമെന്ന ആ ഒരു വാശി തള്ളിക്കളയാനാവില്ല. അതേ നിറഞ്ഞ കൈയ്യടി തന്നെ KKGക്ക് ഈ ഒരു വിഷയത്തിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പ്രേക്ഷകർ കള്ള കിമാറുകൾ, KK ഫാമിലിയുടെ ഫാൻസ് അടക്കമുള്ള ആളുകൾ വെറുതെ ഇരുന്നില്ല. KKGയുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി അവർ ഏറിൽ വിടുന്ന തരത്തിലുള്ള കമന്റുകളാണ് അടിച്ചിരിക്കുന്നത്. കേട്ടാൽ അറക്കുന്ന, കണ്ടാൽ അറക്കുന്ന കമന്റുകൾ. ചില കമന്റുകൾ ഞാനൊന്ന് വായിക്കാം. എടി വസന്ത, എന്റെ കല്യാണത്തിന് നീ വരരുത്, എന്റെ കാലിൽ വീണ് നീ മാപ്പ് പറയണം, എല്ലാ വീട്ടിലും ഒരു കുമ്മ വേണം എന്ന് പറഞ്ഞതിനാണോ സപ്പോർട്ട്? ബെസ്റ്റ് ഫാമിലി, വിവരം മാറ്റി സ്പീക്ക്, പക്വത അതിനാണ് വേണമെന്ന് പറയുന്നത്, വയസ്സായ ആളെ ചവിട്ടിക്കൂട്ടുമെന്ന് മോശം, അത് ഏത് ഏജിലും പറയാൻ പാടില്ലടാ കള്ളനായെ. അയ്യയ്യേ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു KKG? വിത്ത് ഗുണം 10 ഗുണം. ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് പേരൻസ് ജസ്റ്റിഫൈങ് ചിൽഡ്രൻസ് ബിഗ് മിസ്റ്റേക്ക്. ഓ, നല്ല തമാശ. നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങൾ തന്നെ ചിരിക്കുന്നു. മോൾ ചെയ്ത തെറ്റ് എന്ത് കൂളായിട്ടാണ് ഈ ഒരു കള്ള നമുക്ക് ന്യായീകരിക്കുന്നത്. പേളിമാണി ചെയ്ത പോലെ ആയിപ്പോ, ഇനിയും ഏറിലാകുമല്ലോ, ഏറിൽ തന്നെ പോകാനാണോ ഉദ്ദേശം? തള്ളയുടെ തള്ളയെ മോള് തെറി പറയുന്നത് നല്ലതും തള്ളയെ ചവിട്ടിക്കൂട്ടണമെന്ന് പറയുന്നു. ആരാടാ നീ? പിന്നെ അങ്ങോട്ട് താഴോട്ട് വന്നിരിക്കുന്നത് കേട്ടാൽ അറക്കുന്ന, കണ്ടാൽ അറക്കുന്ന കമന്റുകളാണ്. അതേ, KKGയുടെ ആ ഒരു ഉദ്ദേശം തെറ്റിയില്ല, ഏറിൽ തന്നെ പോകാം. അത് എത്രത്തോളം ദൂരത്തിൽ പോകും? KKGക്ക് സിന്ധു ചേച്ചിയെ മറികടക്കാൻ സാധിക്കുമോ? അഹാന കൃഷ്ണ അടക്കമുള്ള ആളുകളെ മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹം അത്തരം ഒരു ശ്രമം നടത്തുന്നുണ്ട്. തൻ്റെ ഫാമിലി ഒന്നടങ്കം ഏറിലാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതിൽ കൂടുതൽ പോകണം, അവരോടൊപ്പമെങ്കിലും തനിക്ക് എത്തണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നു. അതിനുവേണ്ടി ഈ പറഞ്ഞ ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില വിവാദങ്ങൾ, അതായത് ഡൽഹി സമരം അടിച്ചമർത്താൻ തനിക്കറിയാമെന്നുള്ള രീതിയിൽ ആദ്യം ഒരു പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം സാക്ഷാൽ ടിനോവയ്ക്കെതിരെ, സിനിമാ താരമായ ടിനോവ ഡൽഹി സമരത്തിന് സപ്പോർട്ട് കൊടുത്തപ്പോൾ ടിനോവയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു KKGയാണ് കാണാൻ സാധിച്ചത്. ടൊവിനോ തോമസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ അക്രമത്തെ പറ്റി എന്തെങ്കിലും ഒരു വാഹനം നശിപ്പിച്ചിട്ടുണ്ടോ, പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ അദ്ദേഹം എന്ത് അന്ധതയാണെന്ന് എനിക്കറിയില്ല, മത അന്ധതയാണോ, രാഷ്ട്രീയ അന്ധത, എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? മറ്റേ നമ്മുടെ ജോജു, ഇതൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. ജോജു ഒക്കെ മറ്റേ മഹാരാജാസ് കോളേജിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു, അടിയന്തരാവസ്ഥയെ പറ്റി സംസാരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഇത് അടുത്ത അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ നടന്നിട്ടുണ്ടെന്ന് കുഴപ്പമായിരുന്നു പുള്ളി എന്നെ പറയുന്നുണ്ട്. ഒന്നാലോചിക്ക, KKGയുടെ ആ ഒരു ഇരട്ട മുഖം അവിടെയും വ്യക്തമാണ്. അതായത് സ്വന്തം വീട്ടിലെ അമ്മു ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട് നമ്മൾ കണ്ടതാണ്. ആ ഒരു വിഷയത്തിൽ യാതൊരുവിധ എതിർപ്പും അമ്മുവിനെതിരെ സ്വന്തം അച്ഛനായ KKG പറഞ്ഞില്ല. എന്നാൽ യാതൊരു തരത്തിലും KKGയെ ഉപദ്രവിക്കാത്ത സാക്ഷാൽ ടിനോവയ്ക്കെതിരെ
പൊട്ടിത്തെറിച്ചുകൊണ്ട് KKG വന്നിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല KKG ഇതിനു മുമ്പും ഇത്തരത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ മീനമ്മയുടെ അടക്കം കാര്യത്തിൽ KKG രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പിംഗ് വരട്ടെ. സ്നേഹം കൊടുക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ അത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പറയാത്ത രണ്ടുപേരെ കൂടി ഇതിനകത്ത് പറയാം. അശ്വിൻ്റെ അച്ഛനും അമ്മയുണ്ട്, ഗണേശും മീനയും. ഇപ്പം മീന അവിടെ നിന്ന് ഫുഡ് കൊടുത്തു വിടും ഈ പോട്ടർ സമുദായത്തിൽ. ആക്ക് ഇവ നേരെ ഒരു കഴിച്ചു തുടങ്ങിയിട്ടില്ല പോലും. അവിടെ നിന്ന് തൈര് സാധം, അവരുടെ ബ്രാഹ്മൺ ഭക്ഷണം, സേവ, പിന്നെ വത്തക്കുഴമ്പെന്നൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായി മീന ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഒരു രക്ഷയില്ല. അത് ദൈവം അങ്ങനെ അവരുടെ കൈപ്പുണ്യം കൊടുത്തിരിക്കുക. അപ്പം ഞാൻ കിടന്ന് പറയാറുണ്ട്, അവന് മാത്രമാക്കണ്ട, കുറച്ച് കൂടുതൽ. അപ്പോൾ മീനെടുത്ത് പറഞ്ഞു, അയ്യോ കൃഷ്ണകുമാർ അങ്ങനെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭക്ഷണമൊക്കെ ഇഷ്ടമാണ്. ഞാൻ അതെന്ത് ചോദ്യമാണ്, ഒന്നാം തരം സാധനം, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ ആ സ്നേഹം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അടുത്ത ദിവസം നോക്കി ഒരാഴ്ചയുള്ള ഭക്ഷണം കൊടുത്തു വിട്ടു. ഞങ്ങൾ 7 പേർക്ക് ഒരു ചോദ്യത്തിന് കുറവേണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് എപ്പോഴും നമ്മൾ പറ്റിയാൽ എതിരെ നിൽക്കുന്ന ഒരാളെ ഈ അനാവശ്യമായി കാര്യം നടത്താൻ പ്രൈസ് ചെയ്യുന്നില്ല. അവരുടെ നല്ല കാര്യത്തെ നല്ലതാണെന്ന് പറയണം. നോക്കുക, അശ്വിന്റെ അമ്മയായ മീനമ്മയും ഓന്റെ വാപ്പയായ ഗണേശ് വാപ്പ, ആ ഒരു കുടുംബം വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു കുടുംബവുമായി ഇടപഴകുകയും ഭക്ഷണം പോലും ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം പോലും തൈര് സാദം, തൈര് കുളമ്പ് വരെ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് അവർ വലിയ രീതിയിൽ സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ KKGയുടെ ചില നിലപാടുകൾ, അല്ലെങ്കിൽ ഓസിമോളുടെ ചില നിലപാടുകൾ, അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ചില വെളിപ്പെടുത്തലുകളെ തുടർന്ന് ആ ഒരു കുടുംബം, ഓന്റെ കുടുംബം അകന്നു പോവുകയായിരുന്നു. എന്നാൽ ഓനയ്ക്ക് അതൊന്നും വിഷയമില്ല. ഓനിപ്പോഴും ഈ ഒരു കുടുംബത്തിൽ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു അതിഥി തൊഴിലാളിയെ പോലെ. അത്തരത്തിൽ ഉള്ള ഒരു KKG, അതായത് മീനമ്മയെ ഈ ലാസ്റ്റ് നടന്ന ഫംഗ്ഷന് കുടുംബവുമായി ഇത്രയും അധികം സ്നേഹിച്ച് ഇത്രയും അധികം പുകഴ്ത്തലുകൾ ഏറ്റുവാങ്ങിയ മീനമ്മയുടെ കാര്യത്തിലും ചില ഇരട്ടത്താപ്പുകൾ KKG സ്വീകരിച്ചു. ഏറെ ഞെട്ടലോടെ അല്ലാതെ ഇതൊന്നും പ്രേക്ഷകർക്ക് കണ്ടു തീർക്കാനാവില്ല. ഈ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു, ഈ കൃഷ്ണകുമാർ കുടുംബം കൂടി എന്ത് ചെയ്യുമായിരുന്നു? ഒറ്റ ചോദ്യം, സിമ്പിൾ ചോദ്യം. ഇതിനൊക്കെ പുറകോട്ട് ആലോചിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ എല്ലാത്തിനും ഒരു കാരണം കാണും. കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം പലർക്കും ജീവിതം തുലച്ചു കളഞ്ഞു. ഞങ്ങൾക്ക് ഈ കോവിഡ് ഇല്ലായിരുന്നുണ്ടല്ലോ ഞങ്ങൾ പെട്ടുപോയത്. കോവിഡ് ഈ ബോൺ ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറയില്ലേ, യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്. അതുകൊണ്ട് എപ്പോഴും എല്ലാത്തിനും മറുവശമുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും, വല്ലാതെ ചിലപ്പോൾ അപ്സെറ്റ് ആവുന്ന നിമിഷങ്ങളുണ്ട്. ഇല്ലെന്നൊന്നും പറയത്തില്ല, പക്ഷെ അതിനെ ഇമ്മീഡിയറ്റ്ലി മറികടക്കാൻ നോക്കും. ഇമ്മീഡിയറ്റ്ലി കിടക്കുന്നതിന് മുൻപും നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ, ഭാര്യ പറയുന്നത് എനിക്ക് ഭയങ്കരമായ മാനസിക പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. കാരണം ഇന്ന് രാത്രി 10 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, ഞാൻ 10 പേരെ മനസ്സിലെടുത്തിട്ട് ഈ 10 പേരോട് ഞാൻ സംസാരിക്കും. അവരെന്നോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കും. കാരണം എനിക്ക് ഉയരണം, എനിക്ക് ഏറ്റവും ഉയരത്തിലെത്തണം എന്നുള്ള ആഗ്രഹം. നോക്കുക KKGയുടെ ആ ഒരു സ്ട്രാറ്റജി, അതായത് ഉറങ്ങുന്നതിന് മുമ്പ് താൻ ബെഡിൽ കിടന്നതിന് ശേഷം പ്രധാനമായും ഏറിൽ പോയ പ്രമുഖരായ വ്യക്തികളെ എടുത്തു വെച്ചതിന് ശേഷം ഓരോട് സംസാരിക്കുക, അതായത് കോൺവെർസേഷൻ, ഓരോടൊരു സാങ്കല്പിക കോൺവെർസേഷൻ. നിങ്ങൾ എങ്ങനെയാണ് ഈ രീതിയിൽ ഏറിൽ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്കിത് സാധിച്ചതെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവരെക്കാൾ മേലെ ഏറിൽ പോകണമെന്നുള്ളൊരു വാശിയോടുകൂടി ഏറിൽ പോകാൻ ശ്രമിക്കുന്ന ഒരു മകൻ, അതായത് ഏറ്റവും ഉയരത്തിൽ പോകണമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം. സിനിമാ മേഖലയിലൊക്കെ താൻ പരാജയമായിരുന്നു, പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഏറിൽ പോകുന്ന കാര്യത്തിൽ തന്നെ തകർക്കാൻ, തന്റെ കുടുംബത്തെ തകർക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറയുകയാണ്. എനിവേ KKGയുടെ ആഗ്രഹം പോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂയോട് കൂടി അദ്ദേഹം ഏറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദൂരം പോകും, ആരെയൊക്കെ മറികടക്കുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. എന്റെ പൊന്ന് സിന്ധു വെച്ച്, ഇത് നിങ്ങളുടെ വീഡിയോ അല്ല, നിങ്ങളൊന്ന് പോയിട്ടൊരു ദൈവത്തെ ഓർത്തത്. KKGയുടെ പാട്ട് വരട്ടെ. എത്ര നാളായി ഞാൻ കൊതിച്ചു, എനിക്ക് ഏറ്റവും ഉയരത്തിലെത്തണം എന്നുള്ള ആഗ്രഹം. കുറുക്കുവഴികളൊന്നും എനിക്ക് എടുക്കാൻ ഇഷ്ടമല്ല. ഞാൻ കൊതിച്ചു